എടാ സുമേഷേ, ഞാൻ വിചാരിച്ചത് ഇനി നാട്ടിൽ സെറ്റിൽഡ് ആയതാണ്. ഇവൻ പറഞ്ഞപ്പോഴല്ല ഞാൻ അറിയുന്നത് നീ ദുബായിൽ ക്രൈസിസ് കാരണം ജോലി നഷ്ടപ്പെട്ട കാര്യമല്ല. പിന്നെ ഇനി ഇങ്ങനത്തെ കാര്യമൊന്നും എന്നോട് പറയൂലല്ലോ. എടാ ജിതേഷേ, ഞാൻ ആദ്യമായിട്ട് വിസിറ്റിംഗ് വിസക്ക് ദുബായിൽ പോയപ്പോൾ ഞാൻ എൻ്റെ പല കുടുംബക്കാരുടെ അടുത്തും പോയിന്. ഒരാളും എന്നെ അടുപ്പിച്ചിട്ടില്ല. അന്നേരം ഇവൻ്റെ റൂമിൽ ഇവൻ്റെ ചിലവിൽ ബെഡ് സ്പേസും ഫുഡും എനിക്ക് തന്നു. എന്തിനധികം പറയുന്നത്, എനിക്ക് ഇടയ്ക്കുള്ള ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതിനുള്ള ചിലവിനുള്ള പൈസ വരെ അവൻ തന്നിക്ക്. എടാ അതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യം എന്താടാ? അന്ന് നീ എന്നെ സഹായിച്ചോണ്ടാ ഞാൻ ഇന്നീ നിലയിലെത്തിയത്. അന്ന് നീ തന്ന ഭക്ഷണത്തിൻ്റെ രുചിയൊന്നും ഇന്ന് ഞാൻ കഴിക്കുന്ന മന്തിക്ക് അൽഫാമിനൊന്നും ഇല്ലടാ. അതുകൊണ്ട് തൽക്കാലം നീ ഇത് നിൻ്റെ കയ്യിൽ വെക്ക്. ഞാൻ നാളെ രാവിലെ വരും. നിൻ്റെ പാസ്പോർട്ടും ഫോട്ടോ റെഡിയാക്കി വെച്ചോ. എൻ്റെ സ്വന്തം കമ്പനി തന്നെ എനിക്ക് നല്ലൊരാളെ വേണം. നീ പെട്ടെന്ന് തന്നെ ദുബായിലേക്ക് വരാൻ റെഡിയാക്കോ. ഞാൻ നാളെ ഇറങ്ങട്ടടാ. ഞാൻ നാളെ രാവിലെ വരാം. വേണ്ടടാ, നീ ബുദ്ധിമുട്ടുണ്ടാ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ടടാ.